പ്രതീക്ഷിച്ചാണ് നമ്മുടെ പ്രോഗ്രാമിലോട്ട് വന്നിട്ടുള്ളതെന്ന് അറിയാം. നമ്മുടെ ഷെഡ്യൂളിനകത്ത് അങ്ങനെ കുറച്ച് പേരും സൊസൈറ്റി ഏതാണ് ഇതിൽ പലരും, എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം. ഈ 3 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്, എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊരു ചുരുക്കി 2 വാക്കില്. നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നം ചിലതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നാലും കൂടുതൽ മനസ്സിലാക്കാനുള്ള കൂടി ഉണ്ട്. അതാണ് നമ്മൾ ഇതിലൊക്കെ പങ്കെടുക്കാനുള്ള താല്പര്യം കാണിക്കുന്നത്. ഇവിടെ പങ്കെടുത്ത എല്ലാ താല്പര്യവും പുതിയതായ കാര്യങ്ങളും വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ആവശ്യമായ കുറേ കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ ആ കാര്യങ്ങൾ എത്തിക്കാൻ ഗവൺമെന്റുള്ള നിയമങ്ങൾ ഇത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. അത് മനസ്സിലാക്കുക എന്നുള്ള നിലയിലാണ് ഈ സഹകരണ മേഖലയിൽ നല്ല ക്ലാസ്സുകളിൽ അതുകൊണ്ടായിരിക്കാം ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഒരു 1 ഡേ ക്ലാസ്സൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ അത്ര ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ലെന്ന് ഈ സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ ഉണ്ടാകില്ല. വരുന്ന പുതിയ ജനറേഷൻ അത് വിദ്യാഭ്യാസം, സഹകരണ വിദ്യാഭ്യാസം ഉറപ്പായും ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവസ്ഥ ക്ലാസ്സിന് മുമ്പ് നടത്തിയ 3 ദിവസത്തെ ക്ലാസ് എന്നൊക്കെ മനസ്സിലാക്കുന്നു പറഞ്ഞാൽ ഈ സമൂഹം ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ അതിന് കൂടുതൽ മോട്ടിവേഷൻ നൽകാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും ഈ ക്ലാസ്സിൽ ഒരു ഭരണസമിതി അംഗം എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. 5 വർഷം മുമ്പ് ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ. ഞാനിപ്പോൾ ഒരു നേരത്തെ മനസ്സിലാകുന്ന രംഗത്ത് കൈകാര്യം ഇതെങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകുന്നത് കണ്ണൂർ സർവീസ് കോപ്പറേറ്റീവ് മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിയമങ്ങളെ പറ്റി പഠിക്കാൻ ഈ ക്ലാസ്സിൽ ഒരു ബാങ്ക് ഡയറക്ടേഴ്സ് എങ്ങനെ ഞങ്ങളെ പോലെ കഴിഞ്ഞ മാസം 2nd സാറ്റർഡേ ഞങ്ങളുടെ പോലെ ബാങ്കിൽ മാത്രമായിട്ട് ഒരു സ്റ്റാഫും ഡയറക്ടറും അതിന് മാറിക്കൊണ്ടിരിക്കുന്ന സംഘടന മേഖലയിൽ എനിക്കും എൻ്റെ ബാങ്കിലും തിരിച്ചറിയാൻ ഉള്ള അത്യാവശ്യമായിട്ട് ഈശ്വരിക്കാൻ പ്രതീക്ഷിക്കുന്നു. ഈ സംരംഭം പ്രയോഗിക്കുക നവായും കൊല്ലം ജില്ലയിലെ പ്രിയം സർവീസ് തലക്കര 3 ദിവസം പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്യാൻ എന്തൊക്കെ ചെയ്യരുത് ഓർഗനൈസ് സെക്രട്ടറിയുമാണ്. അക്ഷരത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമായില്ലാത്ത സംഘത്തിലെ ഒരു സെക്രട്ടറിയുടെ എല്ലാ വ്യക്തികളും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. അറ്റൻഡ് ചെയ്യണമെന്ന് നമ്മൾ ബോർഡ് മെമ്പറായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കൂടുതൽ അറിയാൻ വേണ്ടി ഈ ക്ലാസ് ഉപകരിക്കുന്ന വിചാരിക്കുന്നു. ബോർഡ് മെമ്പറാണ്. ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത്. ബോർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ബോർഡ് മെമ്പറായിട്ട് ട്രെയിനിങ്ങിന് പങ്കെടുക്കുന്നത്. ഈ മേഖലയിൽ കാര്യമായിട്ട് പരിചയമില്ല. പെൻഷൻ വന്നതിന് ശേഷം ബോർഡ് മെമ്പറായിട്ട് ഇരുത്തി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാധാരണ ജനങ്ങൾ ഗ്രാമീണ ഭാഗങ്ങളൊക്കെ പഠനം ചുരുക്കം പറഞ്ഞത്. അപ്പോൾ അവർക്ക് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബോർഡ് മെമ്പറാകുന്നത്. ഇതിന് കിട്ടുന്ന അറിവ് വെച്ച് ഞങ്ങളുടെ എങ്ങനെ എത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു ആദ്യമായിട്ടാണ് 1 വർഷമായി അവിടെ ബോർഡ് മെമ്പറായിട്ട്. അധികം പരിചയമൊന്നുമില്ല. ഞങ്ങൾ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് എങ്ങനെയാണ് പുതിയ ഈ മേഖലയിലേക്ക് ഞങ്ങൾ കടക്കേണ്ടതെന്നും ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് സാധ്യമാകുന്ന രീതിയിൽ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും എന്ന് ബോർഡ് മെമ്പറാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന
അറിവ് കൊണ്ട് മുന്നോട്ട് ബാങ്ക് എങ്ങനെ കൊണ്ടുപോകണം പഠിക്കാൻ വേണ്ടി വന്നത്. പരിഷ്കരിക്കൽ സഹകരണ ബാങ്കിലെ ഗുണമാണ്. സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പറാണ്. ആദ്യമായിട്ടാണ് 1 വർഷമായി ഈ ബോർഡ് മെമ്പറായിട്ട്. ഈ സഹകരണ മേഖലയെ പറ്റി കൂടുതൽ അറിവുകളൊന്നുമില്ല. ഈ 1 വർഷം കൊണ്ടുള്ള അറിവുകൾ മാത്രമാണുള്ളത്. നമ്മുടെ സഹകരണ മേഖല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മളിപ്പോൾ പക്ഷേ ലക്നൗ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ BARD ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന് കീഴിൽ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതെങ്ങനെയായിരിക്കണം, എങ്ങനെ ചെയ്യുന്നു, എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ അപ്ലിക്കേഷൻ 2011 മുതൽ നബാർഡിൻ്റെ ഈ ഏജൻസി തന്നിരിക്കുകയാണ്. ഏകദേശം 4 പ്രാവശ്യമായി ഗ്രേഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പറയുമ്പോൾ മാത്രമേ നബാർഡിൻ്റെ പ്രോഗ്രാം കിട്ടുമെന്നതാണ്. അക്രഡിറ്റേഷൻ ഇല്ല എങ്കിൽ അതുപോലെ ഞങ്ങളുടെ ഫാക്ടറി മെമ്പേഴ്സ് അവരുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം CTFC പ്രോഗ്രാം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പാക്സിന് വേണ്ടി ഈ പ്രോഗ്രാം കിട്ടുന്നതിന് വേണ്ടി ICM എടുക്കുന്ന എഫർട്ട് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാ വശങ്ങളെയും പരിശോധിച്ചുകൊണ്ട് കൃത്യമായ ഫയലിങ്ങും ഡോക്യുമെന്റേഷൻ ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. അത് വെറും ഫയൽ മാത്രം വരാം, അത് റിയാലിറ്റിയിൽ ഉണ്ടാവുകയും വേണമെന്നുള്ളതാണ്. അത് ചെയ്യും. അതിന് പുറമെ ഞങ്ങളുടെ ഫാക്ടറി മെമ്പേഴ്സ് ഭൂരിപക്ഷം പേരും ഈ പറഞ്ഞ CTFC കോഴ്സ് ചെയ്തവരാണ്. അത് ചെയ്തില്ല എങ്കിൽ ഈ പ്രോഗ്രാം കിട്ടില്ല.